ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഫസ്റ്റ് സെം സുവോളജിയിലെ ഇനി ആകെ ഒരു മൊഡ്യൂൾ മാത്രമേ എടുക്കാൻ ബാക്കിയുള്ളൂ. മൊഡ്യൂൾ 10 സ്യൂഡോസീലോമേറ്റ് മൈനർ ഫൈല. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സെം പോർഷൻസ് സിലബസിലുള്ളത് കഴിയാണ്. അപ്പോൾ വൈകിക്കാതെ തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറയാം. ഇതിൽ നമുക്ക് 2 ഫൈലങ്ങളെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട്. റോട്ടിഫെറയും അതേപോലെ തന്നെ ഗാസ്ട്രോട്രിക്കയും. അതിൻ്റെ ഓരോ എക്സാമ്പിൾസ് വെച്ചിട്ടും പഠിക്കാനുണ്ട്. വിത്ത് ദെയർ ഫൈലംസ് സാലിയൻ ഫീച്ചേഴ്സ്. ഓരോ ഫൈലത്തിൻ്റെ സാലിയൻ ഫീച്ചേഴ്സും അതിൻ്റെ എക്സാമ്പിളിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫൈലം റോട്ടിഫെറയിൽ വരുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ബ്രാക്കിയോണസ് ആണ്. ഫൈലം ഗാസ്ട്രോട്രിക്കയിൽ വരുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് കീറ്റോനോട്ടസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം പഠിക്കാനുള്ളത് ഫൈലം റോട്ടിഫെറയെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ റോട്ടിഫെറ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് മൈക്രോസ്കോപ്പിക് അനിമൽസ്. ദേ ആർ പോപ്പുലർലി നോൺ ആസ് വീൽ ആനിമാൽക്യൂൾസ്. വീൽ ആനിമാൽക്യൂൾസ് എന്നാണ് ഇവരെ വിളിക്കുന്നത്. കാരണം ദേ ആർ പെക്യുലർ മൂവ്മെൻറ്റ് സിമിലർ ടു ദ റൊട്ടേഷൻ ഓഫ് എ വീൽ. അത് വീലിൻ്റെ റൊട്ടേഷനോട് സിമിലർ ആയിട്ടാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ് കാണപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ ആക്റ്റീവ്ലി സ്വിമ്മിങ് അക്വാറ്റിക് അനിമൽസ് ആണ്. മോസ്റ്റ് കോമൺ ആൻഡ് ഫ്രഷ് വാട്ടർ ഹാബിറ്റേറ്റ്സ് സച്ച് ആസ് പോൺസ്, ലേക്സ്, സ്ട്രീംസ്, മാർഷസ്, ഫിലിംസ് ഓഫ് വാട്ടേഴ്സ് എക്സെട്ര. ഇനി ഇതിൻ്റെ സൈലൻറ്റ് ഫീച്ചേഴ്സിലേക്ക് ശരിക്കും കിടക്കുകയാണെങ്കിൽ മൈന്യൂട്ട് ആൻഡ് മൈക്രോസ്കോപ്പിക് ബോഡിയാണ്. ഇംപെർഫെക്റ്റ്ലി ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു ഹെഡ്, ട്രങ്ക് ആൻഡ് ടെയിൽ ഓർ ഫുട്ട്. ഹെഡ് റീജിയൻ എന്ന് പറയുന്നത് ബ്രോഡാണ് വിത്ത് എ നോൺ സീലിയേറ്റഡ് സെൻട്രൽ ഡിസ്ക് ആൻഡ് ഇറ്റ് ഇസ് കോൾഡ് ആപ്പിക്കൽ ഫീൽഡ്. ആപ്പിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻസർക്കിൾഡ് ബൈ എ സീലിയറി സോൺ. ഇറ്റ്സ് നോൺ ആസ് കൊറോണ എന്നാണ് അതിൻ്റെ പേര്. ആ ഫീച്ചർ ആ ഫീച്ചർ കൊണ്ടാണ് ദാറ്റ് ഡിസ്റ്റിങ്വിഷസ് റോട്ടിഫേഴ്സ് ഫ്രം ഓൾ അതർ മെറ്റസോവൻസ്. കൊറോണ എന്ന ഫീച്ചറാണ് ബാക്കി എല്ലാ മെറ്റസോവൻസിൽ നിന്നും റോട്ടിഫേഴ്സിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. കൊറോണ മേ ബി partially subdivided into retractile, locomotor and food collecting disc that's called trochal disc. Body is covered by a cuticle. Body cuticle covered ആണ്. Formed of a glycoprotein without chitin or collagen. chitinോ collagenോ കൊണ്ടല്ല, glycoprotein ആണ്. പിന്നെ the cuticular covering sometimes becomes a hard and thick encasement and that is called lorica. Rotifers with lorica are called loricates and those without lorica are called illoricates. പിന്നെ ഇതിൻ്റെ എപ്പിഡെമിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പിഡെമിസ് ഇസ് മോസ്റ്റ്ലി സിംഗീഷ്യൽ എക്സെപ്റ്റ് ഇൻ ദ റീജിയൻ ഓഫ് കൊറോണയുടെ സ്ഥലത്ത് ഒഴിച്ചാൽ ബാക്കി എല്ലായിടത്തും ഇത് സിംഗീഷ്യലാണ് എപ്പിഡെമിസ്. പിന്നെ പെരിവിസറൽ കാവിറ്റി ഈസ് എ സ്പേഷ്യസ് സ്യൂഡോസീൽ വിച്ച് റെപ്രസെൻറ്റ്സ് ദ പെർസിസ്റ്റൻ്റ് എംബ്രിയോണിക് ബ്ലാസ്റ്റോസീൽ. ഓക്കെ, പിന്നെ ഫാരിങ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മോഡിഫൈഡ് ഇൻ ടു എ മസ്കുലാർ മെയിൽ കോൾഡ് മസ്റ്റാക്സ്. ഇറ്റ് ഇസ് പ്രൊവൈഡഡ് വിത്ത് എ masticatory apparatus or dental meal composed of hard and jaw-like cuticular structures called trophy അഥവാ internal jaws. മസ്റ്റാക്സ് ആൻഡ് ട്രോഫി ആർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് റോട്ടിഫേഴ്സ്. ഇതിൻ്റെ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് അമോണോടെലിക്കാണ്. എക്സ്ക്രീറ്ററി ഓർഗൻസ് ആർ പ്രോട്ടോനെഫ്രീഡിയ വിത്ത് ഫ്ലെയിം ബൾബ്സ്. പിന്നെ നെർവസ് സിസ്റ്റം, അതിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ബൈലോബ്ഡ് ബ്രെയിൻ ആൻഡ് സെവറൽ റേഡിയേറ്റിംഗ് നെർവ്സ്. പിന്നെ ഇതിൻ്റെ സെക്സസ് സെപ്പറേറ്റ് ആണ്. സെക്ഷൽ ഡൈമോർഫിസം ഡിസ്റ്റിങ്ക്റ്റ് ആണ്. സ്മോൾ ബീങ് സ്മോളർ ആൻഡ് ഓൾമോസ്റ്റ് ഡീജനറേറ്റുമാണ്. എക്സ് 2 തരമുണ്ട്, സിംഗാമിക് എക്സും പാർത്തോജനറ്റിക് എക്സും. ആദ്യത്തെ പറഞ്ഞത് ഇറ്റ് ഡെവലപ്ഡ് ത്രൂ ഫെർട്ടിലൈസേഷൻ. സിംഗാമിക് എക്സ് ഡെവലപ്ഡ് ത്രൂ ഫെർട്ടിലൈസേഷൻ ആൻഡ് ദ പാർത്തനോജനറ്റിക് എക്സ് develops without fertilization. ചില റോട്ടിഫേഴ്സിൽ മെയിൽ ആർ ലെസ് ന്യൂമറസ് ദാൻ ഫീമെയിൽസ്. ഇൻ സ്റ്റിൽ അതേഴ്സ് അതേപോലെ തന്നെ വേറെയിൽ മെയിൽസ് ആർ മെയിൽ ഓൾടുഗദർ ആബ്സെൻ്റ് ആണ്. ആൻഡ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി പാർത്തനോജനറ്റിക് ആണ്. ഓക്കെ, പിന്നെ വരുന്ന ഫീച്ചർ എന്ന് പറയുന്നത് മെനി റോട്ടിഫേഴ്സ് ആർ ദ പവേഴ്സ് ഫോർ സൈക്ലോമോർഫോസിസ് അഥവാ ക്രിപ്റ്റോബയോസിസ്.
Cyclomorphosis is the seasonal change in the form, shape and proportion of the body. Cryptobiosis എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡെത്ത് ലൈക്ക് സ്റ്റേറ്റ് ഓഫ് സസ്പെൻഡഡ് ആനിമേഷൻ വിച്ച് പ്രൊട്ടക്ട്സ് ദ അനിമൽ ഫ്രം ദ അഡ്വേഴ്സ് എൻവിയോൺമെൻറ്റൽ കണ്ടീഷൻസ്. ഇനി റോട്ടിഫേഴ്സിൻ്റെ റീപ്രൊഡക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റോട്ടിഫേഴ്സ് റീപ്രൊഡ്യൂസ് ബൈ ബോത്ത് പാർത്തനോജെൻസിസ് ആൻഡ് ബൈസെക്ഷൽ റീപ്രൊഡക്ഷൻ. പാർത്തനോജെൻസിസും ബൈസെക്ഷൽ റീപ്രൊഡക്ഷനും ഇത് അണ്ടർഗോ ചെയ്യും. പിന്നെ ആദ്യം പറഞ്ഞതിൽ ഇൻ ദ ഫോമർ ഓവർ ഡെവലപ്പ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. പാർത്തനോജെൻസിസിൽ ഓവർ ഫെർട്ടിലൈസേഷൻ ഇല്ലാതെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. വെറാസ് ദ ലാറ്റർ ബൈസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഓവർ ഡെവലപ്പ് ചെയ്യുന്നത് ഓൺലി ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ വഴിയാണ്. അപ്പോൾ പാർത്തനോജെനിസിസിൽ ഓൺലി ദ ഫീമെയിൽ പാരൻ്റ് ഇസ് ഇൻവോൾവ്. പക്ഷേ ബൈസെക്ഷൽ റീപ്രൊഡക്ഷനിൽ മെയിലും ഫീമെയിലും പാരൻസ് ഇൻവോൾവ് ആണ്. മോസ്റ്റ് ഓഫ് ദ റോട്ടിഫേഴ്സിൽ പാർത്തനോജെനിസിസ് ആണ് നടക്കുക. ചിലതിൽ മാത്രം സച്ച് ആസ് ഡെലോയിഡ്സ് ഓക്കെ മെയിൽസ് ആർ ഓൾ ടുഗദർ ആബ്സെൻറ്റ്. മെയിൽ ഓൾ ടുഗദർ ആബ്സെൻ്റ് ആണ് ആൻഡ് റീപ്രൊഡക്ഷൻ ഇസ് എക്സ്ക്ലൂസീവ്ലി പാർത്തനോജെനറ്റിക്. പിന്നെ ഇൻ സം മദേഴ്സ് ചിലതിൽ സച്ച് ആസ് മോണോഗോണൻസ് മെയിൽസ് ആർ വെരി റയർ ആൻഡ് പ്രസൻറ്റ് ഓൺലി ഇൻ ഡ്യൂറിങ് റെസ്ട്രിക്റ്റഡ് ടൈംസ് ഓഫ് ദ ഇയർ. അതുകൊണ്ട് തന്നെ അതിൽ റീപ്രൊഡക്ഷൻ പാർത്തനോജെനറ്റിക് ആണ് മിക്കവാറും. ഡ്യൂറിങ് മോസ്റ്റ് ഓഫ് ദി ഇയർ പോപ്പുലേഷൻസ് ആർ ഫോംഡ് ഓഫ് ഫീമെയിൽസ് ഓൺലി. ഇനി ഇതിൻ്റെ ഡെവലപ്മെൻറ്റും ലൈഫ് സൈക്കിളിനെ കുറിച്ചും പറയുകയാണെങ്കിൽ ഫെർട്ടിലൈസേഷൻ ഇൻറ്റേർണലാണ് റോട്ടിഫേഴ്സിൽ. ട്രാൻസ്ഫറൻസ് ഓഫ് സ്പേംസ് ടു ഫീമെയിൽ മേ ബി ഹൈപ്പോഡെർമിക് ഇംപ്രഗ്നേഷൻ ഓർ ബൈ ദ ട്രൂ കോപ്പുലേഷൻ. ഡെവലപ്മെൻറ്റ് ഡയറക്റ്റും എക്സ്റ്റേണലുമാണ്. പിന്നെ ഏർലി ക്ലീവേജ് ഇസ് ഡിറ്റർമിനേറ്റ് ആൻഡ് സ്പൈറൽ. പക്ഷേ ലാറ്റർ ക്ലീവേജ് എന്ന് പറയുന്നത് മേ ബി ബയലാറ്ററൽ ആണ്. This bilateral pattern of cleavage is found in Acanthocephala also. ഇനി മെയിൽ റോട്ടിഫേഴ്സ് ഹാച്ച് ഔട്ട് ആസ് സെക്ഷുവലി മെച്യൂർ അഡൽട്ട്സ്. മെയിൽ റോട്ടിഫേഴ്സ് ഹാച്ച് ഔട്ട് ചെയ്യുക സെക്ഷുവലി മെച്യൂർ അഡൽട്ടായിട്ടാണ്. പക്ഷേ ദ റിമെയിൻ സ്മോൾ സൈസ് ത്രൂ ഔട്ട് ദ ലൈഫ്. ദ റിമെയിൻ അവരുടെ ജീവിതകാലം മുഴുവൻ സ്മോൾ സൈസായിട്ടാണ് ജീവിക്കുക. പക്ഷേ ഫീമെയിൽസിൽ ദേ ക്യാൻ ഗ്രോ ടു സെക്ഷൽ മെച്യൂരിറ്റി ഓൺലി ആഫ്റ്റർ ഹാച്ചിങ്. ഹാച്ച് ചെയ്ത് പുറത്തു വന്നതിന് ശേഷം മാത്രമാണ് അത് സെക്ഷൽ മെച്യൂരിറ്റി പ്രാപിക്കുക. ലൈഫ് സൈക്കിൾ ഓഫ് റോട്ടിഫേഴ്സ് ഇസ് ഹൈലി ഇൻട്രസ്റ്റിംഗ് ഇൻ ദാറ്റ് ദർ ഇസ് എ സൈക്ലിക് ഒക്കറൻസ് ഓഫ് സിംഗാമിക് ആൻഡ് പാർത്തനോജെനറ്റിക് generations in tune with the cyclic seasonal changes. ജനറലായിട്ട് ദർ ആർ ടു കൈൻഡ്സ് ഓഫ് ഫീമെയിൽസ് എമംഗ് റോട്ടിഫേഴ്സ്, നെയിംലി അമിക്റ്റിക് ഫീമെയിൽസ് ആൻഡ് അമിക്റ്റിക് ഫീമെയിൽസ്. എമിക്റ്റിക് ഫീമെയിൽസും അതേപോലെ തന്നെ മിക്റ്റിക് ഫീമെയിൽസും. എമിക്റ്റിക് ഫീമെയിൽസിൽ ദേ പ്രൊഡ്യൂസ് ലാർജർ എഗ്സ് വിച്ച് ഡെവലപ്പ് ഓൺലി പാർത്തനോജെനറ്റിക്കലി ഇൻടു എമിക്റ്റിക് ഓർ മിക്റ്റിക് ഫീമെയിൽസ്. ദേ കനോട്ട് ഡെവലപ്പ് ത്രൂ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ വഴി അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. ഓൺ ദ അതർ ഹാൻഡ് ദ എഗ്സ് ഓഫ് മിക്റ്റിക് ഫീമെയിൽസ് ക്യാൻ ഡെവലപ്പ് എയ്തർ ബൈ പാർത്തനോജെൻസിസ് അഥവാ ബൈ ഫെർട്ടിലൈസേഷൻ. ഇപ്പോൾ ഈ എഗ്സ് ഫെർട്ടിലൈസ്ഡ് അല്ലെങ്കിൽ ദേ പാർത്തനോജെനറ്റിക്കലി ഡെവലപ്പ് ടു മെയിൽസ്. ഇഫ് ദേ ആർ ഫെർട്ടിലൈസ്ഡ് ദേ ഡെവലപ്പ് ടു എമിക്റ്റിക് ഫീമെയിൽസ്. ഓക്കെ. പിന്നെ പാർത്തനോജെനറ്റിക്കലി ഡെവലപ്പിംഗ് മിക്റ്റിക് ആൻഡ് എമിക്റ്റിക് എഗ്സ് ആർ കോൾഡ് സമ്മർ എഗ്സ്. സമ്മർ എഗ്സ് എന്നാണ് അവരെ വിളിക്കുന്നത്. അണ്ടർ ഫേവറബിൾ കണ്ടീഷൻസ് ദേ മേ കണ്ടിന്യൂ ടു പ്രൊഡ്യൂസ് സെവറൽ ജനറേഷൻസ് ബൈ പാർത്തനോജെനിസിസ്. ഇഫ് ദ മിക്റ്റിക് എഗ്സ് ആർ ഫെർട്ടിലൈസ്ഡ്, മിക്റ്റിക് എഗ്സ് ഫെർട്ടിലൈസ്ഡ് ആയാൽ ദേ ആർ കോൾഡ് വിൻ്റർ എഗ്സ്, ഡോർമൻറ്റ് എഗ്സ് ഓർ റെസ്റ്റിംഗ് എഗ്സ്. ദേ ആർ തിക്ക് വാൾഡ്. ദേ ക്യാൻ സർവൈവ് അഡ്വേഴ്സ് കണ്ടീഷൻസ് ജസ്റ്റ് ആസ് ancested amoeba can. ഓൺ ദ അഡ്വെൻറ്റ് ഓഫ് ഫേവറബിൾ കണ്ടീഷൻസ്, ഫേവറബിൾ കണ്ടീഷൻസിൻ്റെ ആഗമനത്തിൽ ദ ഡെവലപ്പ് ടു എമിക്റ്റിക് ഫീമെയിൽസ് വിച്ച് ഇൻ ടേൺ പാർത്തനോജെനറ്റിക്കലി പ്രൊഡ്യൂസ് എമിക്റ്റിക് ആൻഡ് മിക്റ്റിക് ഫീമെയിൽസ്. അവരെന്തായിട്ട് മാറും? എമിക്റ്റിക് ഫീമെയിലായിട്ട് ഡെവലപ്പ് ചെയ്തതിന് ശേഷം പാർത്തനോജെനറ്റിക്കലി എമിക്റ്റിക്കും മിക്റ്റിക്കുമായിട്ടുള്ള ഫീമെയിൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഒരു ഫീമെയിൽ എന്ന് പറയുന്നത് ഒരു പക്ഷേ എമിക്റ്റിക് ആവാം അഥവാ മിക്റ്റിക്കും ആവാം. ആൻഡ് ഇറ്റ് കനോട്ട് പ്രൊഡ്യൂസ് ബോത്ത് ടൈപ്സ് ഓഫ് എഗ്സ്. അതിന് രണ്ട് തരത്തിലുള്ള എഗ്സും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഇൻ സ്റ്റിൽ അതർ കേസസ്, ചില കേസിൽ ദർ മേ ബി സെവറൽ പാർത്തനോജെനറ്റിക് ജനറേഷൻസ് ഫോളോഡ് ബൈ സെവറൽ സെക്ഷുവൽ ജനറേഷൻസ്.
ഓക്കെ, ഇനി മോർ ദാൻ 2000 സ്പീഷീസ് ഓഫ് റോട്ടിഫേഴ്സ് നോൺ ആണ്. മിക്കതും അതിൽ സോളിറ്ററിയും ഫ്രീ സ്വിമ്മിങ്ങും ക്രോളിംഗ് ഫോംസ് ആണ്. ചിലത് മാത്രം സെസൈലും കൊളോണിയലുമാണ്. കോളനീസ് ആർ സിമ്പിൾ എഗ്രിഗേഷൻസ് പാർത്തനോജനറ്റിക്കലി പ്രൊഡ്യൂസ്ഡ് സോളിറ്ററി ഇൻഡിവിജ്വൽസ്. ഇതിൻ്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ബ്രാക്കിയോണസ്, പോളിയാത്ര, എസ്പ്ലാങ്ക്ന, കെരാറ്റെല്ല, സെലോതെക്ക അവയൊക്കെയാണ്. ഇതിൽ നമുക്ക് ഇതിൻ്റെ പഠിക്കാനുള്ള ടൈപ്പ് അഥവാ എക്സാമ്പിൾ എന്ന് പറയുന്നത് ബ്രാക്കിയോണസ് ആണ്. അപ്പോൾ ബ്രാക്കിയോണസ് ഏത് റോട്ടിഫറയിൽ, അപ്പോൾ ബ്രാക്കിയോണസ് എന്ന് പറയുന്നത് കോമൺ ഫ്രഷ് വാട്ടർ റോട്ടിഫർ ആണ്. ഇൻഹാബിറ്റിംഗ് പോൺസ്, ഡിച്ചസ് എക്സെട്ര. അത് സെക്ഷൽ ഡൈമോർഫിസം എക്സിബിറ്റ് ചെയ്യുന്നു. മെയില് ഫീമെയിലിനേക്കാൾ വളരെ ചെറുതാണ്. ഷോർട്ട് ലീവ്ഡ് ആൻഡ് അബറൻറ്റ് ഓർ ഡിജനറേറ്റ് ഇൻ ഓർഗനൈസേഷൻ. അവർക്ക് മൗത്തില്ല, ഡൈജസ്റ്റീവ് ട്രാക്ട് ആൻഡ് അനസും ഇല്ല. പക്ഷേ ഡിസ്പ്രൊപ്പോർഷനേറ്റ്ലി എൻലാർജ്ഡ് ടെസ്റ്റിസ് ആൻഡ് പെനിസും പ്രസൻ്റ് ആണ്. വിർച്വലായിട്ട് ഇറ്റ് ഇസ് ലിറ്റിൽ മോർ ദാൻ എ സ്വിമ്മിങ് ടെസ്റ്റിസ് വിത്ത് ആൻ ഓവർ സൈസ്ഡ് പെനിസ്. ഇൻറ്റേർണൽ ഓർഗൻസ് ആർ വെൽ ഡെവലപ്ഡ് ഇൻ ഫീമെയിൽ. പക്ഷേ ഫീമെയിലിൽ ഇൻറ്റേർണൽ ഓർഗൻസ് വെൽ ഡെവലപ്ഡ് ആണ്. ഇനി ഇതിൻ്റെ ബോഡീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദ ബോഡി ഓഫ് എ ഫീമെയിൽ ബ്രാക്കിയോണസ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി കോൺ ഷേപ്ഡ് ആണ്. ഓൾമോസ്റ്റ് ആയിട്ട് കോൺ ഷേപ്ഡ് ആണ്. ഇറ്റ് ഈസ് ഡിഫറൻഷ്യേറ്റഡ് ഇൻ ടു ഹെഡ്, ട്രങ്ക് ആൻഡ് ഫുട്ട് ഓർ ടെയിൽ. ഹെഡ് എന്ന് പറയുന്നത് ബ്രോഡും ട്രൺകേറ്റഡുമാണ്. ട്രങ്ക് ലാർജും സിലിണ്ട്രിക്കലുമാണ്. ഫുട്ട് എന്ന് പറയുന്നത് ലോങ്ങും സ്ലെൻഡറുമാണ്. ഹെഡിന് നോൺ സീലിയേറ്റഡ് ടെർമിനൽ ഡിസ്ക് ഉണ്ട്. അതിൻ്റെ പേരാണ് ആപ്പിക്കൽ ഫീൽഡ്. ഇറ്റ് ഈസ് എൻസർക്കിൾഡ് ബൈ എ സീലിയറി സോൺ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് കൊറോണ അഥവാ വീൽ ഓർഗൻ അഥവാ റൊട്ടേറ്ററി ഓർഗൻ. അത് എന്തിലാണ് ഇൻവോൾവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലോക്കോമോഷനിലാണ്, അതേപോലെ തന്നെ ഫുഡ് കളക്ഷനിൽ. പിന്നെ അതിൻ്റെ എപ്പിഡെർമിസ് ഓഫ് കൊറോണ എന്ന് പറയുന്നത് സെല്ലുലാർ ആണ്, നോൺ സിങ്കിഷ്യൽ ആണ് അഥവാ. ഓക്കെ, എപ്പിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് സെവറൽ പ്രൊജക്ഷൻസ് അഥവാ പാപ്പില്ലേ. ചിലത് മാത്രം സെൻസറി ആൻഡ് ഹാസ് സ്റ്റിഫ് സ്റ്റൈലസ്, ബ്രിസ്റ്റൽസ് ആൻഡ് ഹെയർസ്. മൗത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ബക്കൽ ഓർഫിസ്, ഇസ് ഓൺ ദ വെൻട്രൽ സൈഡ് ഓഫ് ദ ആപ്പിക്കൽ ഫീൽഡ്. പിന്നെ കൊറോണ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് യൂഷ്വലി സബ്ഡിവൈഡഡ് ഇൻ ടു സെവറൽ റെട്രാക്ടൈൽ ലോബ്സ് ദാറ്റ് ഇസ് കോൾഡ് ട്രോക്കൽ ഡിസ്ക്. ചിലതിൽ മാത്രം റോട്ടിഫേഴ്സ് കൊറോണ ഇസ് സറൗണ്ടഡ് ബൈ ഡബിൾ സീലിയേറ്റഡ് റിംഗ് ദാറ്റ് ഇസ് കോൾഡ് വെലം. It consists of outer and inner ciliary bands known respectively as cingulum or trochus. The cilia of corona help in locomotion, create an incoming food current and drive out waste products. Trunk എന്ന് പറയുന്നത് it is largest part of the body. It contains the important visceral organs. Trunk is enclosed by a thick and hard cuticular encasement that is called lorica. ലോറിക്ക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓഫൺ സ്കൾപ്ചേർഡ് ആണ്, ഓർണമെൻറ്റഡ് ആണ് അഥവാ സ്പൈനിയുമാണ്. ഫൂട്ട് അല്ലെങ്കിൽ ടെയിൽ എന്ന് പറയുന്നത് ലോങ് ആണ്, സ്ലെൻഡർ ആണ് ആൻഡ് ടെർമിനലി ടാപ്പറിംഗ് ആണ്. ആനസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് മിഡ് ഡോർസലി അറ്റ് ഓർ നിയർ ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ട്രങ്ക് ആൻഡ് ഫുട്ട്. ദ ക്യൂട്ടിക്കുലർ കവറിംഗ് ഓഫ് ദ ഫുട്ട് ഇസ് ജനറലി ആനുലേറ്റഡ് അഥവാ റിംഗ്ഡ് ആണ്. ഫുട്ട് ടെർമിനേറ്റ്സ് ടു 1 to 4 മൂവബിൾ ടോസ്. Foot serves as a rudder in swimming and the toes are often used in gripping on the substratum during crawling. Foot contains the pedal glands or cement glands whose ducts open at the tip of toes or elsewhere on the foot. The adhesive secretions of these glands serve for temporary attachment during feeding. ഇനി ഇതിൻ്റെ ബോഡി വോൾ ആൻഡ് ബോഡി ക്യാവിറ്റീനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ബോഡി വോൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കമ്പോസ്ഡ് ഓഫ് ക്യൂട്ടിക്കിൾ, എപ്പിഡെർമിസ് ആൻഡ് സബ് എപ്പിഡെർമൽ മസ്കുലേച്ചർ. ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത് എക്സ്ട്രാ സെല്ലുലാർ സെക്രീഷൻ ആണ് എപ്പിഡെർമിസിൻ്റെ. ഇറ്റ് ഫങ്ഷൻസ് ആസ് ആൻ എക്സോസ്കെലറ്റൻ ഫോർ പ്രൊട്ടക്ഷൻ ആൻഡ് മസിൽ അറ്റാച്ച്മെൻറ്റ്. ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് ഗ്ലൈക്കോ പ്രോട്ടീൻസ് വിത്തൗട്ട് കൈറ്റിൻ ഓർ കൊളാജൻ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. In addition to this extracellular cuticle additional ആയിട്ട് there may be a dense lamina of keratin-like protein fibers immediately inner to the epidermis. It gives protection and provides a site for the attachment of muscles. In many planktonic rotifers it forms the lorica. പിന്നെ എപ്പിഡെർമിസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സിങ്കീഷ്യൽ മാസ് ആണ് എക്സെപ്റ്റ് ഇൻ ദ കൊറോണ റീജിയൻ. അവിടെ മാത്രം കൊറോണ റീജിയനിൽ മാത്രം അത് സർക്കുലർ ആണ്. ദ സബ് എപ്പിഡെർമൽ മസ്കുലേച്ചർ ഇസ് നോട്ട് എ കണ്ടിന്യൂസ് മസ്കുലർ ഷീറ്റ്
but is formed of isolated individual muscles. It consists of cross-striated, obliquely striated and non-striated fibers of circular and longitudinal muscles. പിന്നെ ഇതിൻ്റെ പെരിവിസറൽ കാവിറ്റി ഓഫ് ബ്രാക്കിയോണസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സ്പേഷ്യസ് സ്യൂഡോസീലാണ് വിച്ച് പ്രോബബ്ലി റെപ്രസെൻറ്റ്സ് ദ പെർസിസ്റ്റിംഗ് എംബ്രിയോണിക് ബ്ലാസ്റ്റോസീൽ. ഇറ്റ് ഇസ് ഫിൽഡ് വിത്ത് ബ്ലഡ് ആൻഡ് സോ ഇറ്റ് ഇസ് എ ഹീമോസീൽ. ഹീമോലിംഫ് ഹാസ് ടു മേജർ ഫങ്ഷൻസ്, രണ്ട് മേജർ ഫങ്ഷൻസ് ഉണ്ട്. ഇറ്റ് സെർവ്സ് ആസ് എ ട്രാൻസ്പോർട്ടിംഗ് മീഡിയം ആൻഡ് ഫങ്ഷൻസ് ആസ് എ ഹൈഡ്രോസ്റ്റാറ്റിക് സ്കെലറ്റൻ. Moreover, the amoeboid cells it contains are probably phagocytic as well as excretory. ഓക്കെ, ഇനി ഇതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം ഹൈലി ഡീജനറേറ്റഡ് ആണ്. മെയിൽ ബ്രാക്കിയോണസിൽ മൗത്ത് പ്രസൻ്റ് അല്ല, വിത്തൗട്ട് മൗത്ത് എലിമെൻ്ററി കനാലും ആനസും അതേപോലെ തന്നെ ഇല്ല. പക്ഷേ ഫീമെയിലിൻ്റെ കാര്യത്തിൽ അത് വെൽ ഡെവലപ്ഡ് ആണ് ആൻഡ് കൺസിസ്റ്റ് ഓഫ് എലിമെൻ്ററി കനാൽ ആൻഡ് സലൈവറി ആൻഡ് ഗാസ്ട്രിക് ഗ്ലാൻഡ്സ്. എലിമെൻ്ററി കനാൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ട്യൂബാണ്, ഡിഫറൻഷ്യേറ്റഡ് ഇൻ ടു ഫങ്ഷണലി ഡിഫറെൻറ്റ് പാർട്സ്. അതിന് 3 ഡിവിഷൻസ് ഉണ്ട്, നെയിംലി സ്റ്റൊമോഡിയം, മീസോഡിയം അഥവാ മീസെൻട്രോൺ, പിന്നെ ഉള്ളത് പ്രൊക്ടോഡിയം. സ്റ്റൊമോഡിയം അതേപോലെ തന്നെ പ്രൊക്ടോഡിയം എന്ന് പറയുന്നത് രണ്ടും എക്ടോഡെർമൽ ഡെറിവേറ്റീവ്സ് ആണ്. വെറസ് മീസോഡിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ എൻഡോഡെർമൽ ഡെറിവേറ്റീവ്. സ്റ്റൊമോഡിയം കൺസിസ്റ്റ് ഓഫ് മൗത്ത്, ബക്കൽ ട്യൂബ്, ഫാരിങ്സ് ആൻഡ് ഈസോഫാഗസ്. പക്ഷേ മീസോഡിയം കൺസിസ്റ്റ് ഓഫ് സ്റ്റൊമക്ക് ആൻഡ് ഇൻഡസ്റ്റൈൻ. പ്രൊക്ടോഡിയം കൺസിസ്റ്റ് ഓഫ് ക്ലോക്ക. ഈ മൗത്ത് എന്ന് പറയുന്നത് ഇറ്റ് ലെറ്റ്സ് ടു എ ഷോർട്ട് ആൻഡ് സീലിയേറ്റഡ് ബക്കൽ ട്യൂബ്. Buccal tube opens to a rounded and strongly muscular pharynx. Pharynx functions as a masticatory apparatus अथवा grinding mill. It is provided with a unique terturating jaw apparatus or dental mill that is called mustax, a feature characteristic of rotifers. Mustax എന്ന് പറയുന്നത് it is used for capturing, collecting and mechanically processing the food. The ducts of 2 to 7 enzyme secreting salivary glands open to the pharynx. Pharynx എന്ന് പറയുന്നത് it is followed by a short esophagus which in turn leads to a large thick-walled and saccular stomach. അപ്പോൾ ഈ ഈസോഫാഗസ് എന്ത് ചെയ്യും, സ്റ്റൊമക്കിലേക്ക് ലെഡ് ചെയ്യും. ഓപ്പണിംഗ് ടു ദി ജംഗ്ഷൻ ബിറ്റ്വീൻ ഈസോഫാഗസ് ആൻഡ് സ്റ്റൊമക്ക് ഇസ് എ പെയർ ഓഫ് സിങ്കീഷ്യൽ എൻസൈം സെക്രീറ്റിംഗ് ഗാസ്ട്രിക് ഗ്ലാൻഡ്സ്. പിന്നെ സ്റ്റൊമക്ക് ഇസ് എ സെൻറ്റർ ഓഫ് ദ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ. ഇറ്റ്സ് വാൾ ഇസ് ഫോംഡ് ഓഫ് സീലിയേറ്റ് സെൽസ്. സ്റ്റൊമക്കിൻ്റെ വാൾസ് സീലിയേറ്റ് സെൽസ് കൊണ്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. സ്റ്റൊമക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫോളോഡ് ബൈ ഷോർട്ട് ആൻഡ് ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ഇൻഡസ്റ്റൈൻ ദാറ്റ് എൻഡ്സ് ഇൻ ആൻ ഓവൽ ക്ലോക്ക. ദ ഇൻഡസ്റ്റിനൽ വാൾ എന്ന് പറയുന്നത് സീലിയേറ്റഡ്, മൈക്രോവില്ലാർ ആൻഡ് സിങ്കീഷ്യൽ ആണ്. The posterior end of the intestine is muscular and it receives nephridial and genital ducts. പിന്നെ മസ്റ്റാക്സ് എന്ന് പറയുന്നത് ഡെൻറ്റൽ മിൽ ഓർ മസ്റ്റാക്സ് ബ്രാക്കിയോണസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സെക്രീഷൻ പ്രൊഡക്റ്റ് ഓഫ് ദ ഫെറേഞ്ചിയൽ എപ്പിത്തലിയം. ഇറ്റ് ഇസ് കമ്പോസ്ഡ് ഓഫ് ഹാർഡ് ആൻഡ് ജോ ലൈക്ക് ചിലിനസ് പീസസ് ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ട്രോഫി അഥവാ ഇൻറ്റേർണൽ ജോസ്. ട്രോഫി എന്ന് പറയുന്നത് ദേ ആർ കണക്റ്റഡ് ടുഗദർ ബൈ ലിഗമെൻറ്റ്സ് ആൻഡ് ആർ operated by mustax muscles. They have a peculiar bipinnate structure. ഇവ രണ്ടും 3 പാർട്സ് ഉണ്ട് ഇവ രണ്ടിനും. നെയിംലി ഇവ പറഞ്ഞതിൽ 3 പാർട്സ് ഉണ്ട്. നെയിംലി മീഡിയൻ പാർട്ട് ആൻഡ് 2 ലാറ്ററൽ പാർട്സ്. മീഡിയൻ പാർട്ട് എന്ന് പറയുന്നത് ഇൻകസ് എന്നാണ്. ആൻഡ് ലാറ്ററൽ പാർട്സ് ആർ കോൾഡ് മാലൈൻ. ഇൻകസ് ഫോം ചെയ്യുന്നത് മീഡിയൻ പീസിൽ നിന്നാണ്. ഇറ്റ് ഇസ് കോൾഡ് ഫൾക്രം ആൻഡ് 2 ലാറ്ററൽ പീസസ് കോൾഡ് റാമി. Each malleus is a tooth structure. It is formed of 2 pieces, inner uncus and outer manubrium. Uncus എന്ന് പറയുന്നത് it is a head piece and manubrium is a handle piece. Each ramus is attached to the fulcrum with its inner end and to the uncus with its outer end. Okay. Trophy എന്ന് പറയുന്നത് it's used to grasp, cut and grind the food. They are in constant working movements by muscular activity. The key come in close apposition with incus bringing about the pulverization of food.
പിന്നെ ബ്രാക്കിയോണസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മൈക്രോഫാഗസ് സീലറി സസ്പെൻഷൻ ഫീഡർ ഓർ കറൻറ്റ് ഫീഡർ ആണ്. ഇറ്റ്സ് ഫുഡ് കൺസിസ്റ്റ് ഓഫ് വേരിയസ് കൈൻഡ്സ് ഓഫ് സസ്പെൻഡഡ് മൈക്രോ ഓർഗാനിസംസ്. ദ ഫുഡ് laden water is swept into the buccal tube and pharynx by an incoming stream of water produced by the cilia of corona. In the pharynx, food particles are collected and sliced by the trophy. The secretions of the salivary glands and gastric glands bring about the digestion of the food. ഇനി ഇതിൽ ബാക്കി വരുന്ന എക്സ്ക്രീറ്ററി സിസ്റ്റത്തിനെ കുറിച്ചും ഇതിൻ്റെ നെർവ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടും പിന്നെ കുറച്ച് അതുപോലെ ഇതിൻ്റെ റൂട്ടിഫെറയുടെ ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടും നെക്സ്റ്റ് വോയിസിൽ പറയാം. പിന്നെ വരുന്നത് ഫൈലം ഗാസ്ട്രോട്രിക്കിയും അതിൻ്റെ എക്സാമ്പിളുമാണ്. അതെങ്ങനെ കഴിഞ്ഞാൽ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ വോയിസോടെ തീരുകയാണ്. ഓക്കെ.